കോട്ടയം ജില്ല ഒരു കാലത്ത് ഈ കേരള കോൺഗ്രസ് എം കഴിഞ്ഞ തവണ LDFിലേക്ക് വരും മുമ്പ് വരെ ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും UDFിന്റെ വലിയ കോട്ടയായിരുന്നു മധ്യകേരളത്തിൽ കോട്ടയവും എറണാകുളവുമാണ് UDFിനെ എക്കാലത്തും അത് പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഭരണപക്ഷത്തായിരിക്കുമ്പോഴും എല്ലാം ഉറപ്പിച്ച് നിർത്തിയിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഒരേ സ്ഥാനാർത്ഥികൾ തന്നെ, ഒരേ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ തന്നെ LDFിൽ നിന്നും UDFിൽ നിന്നും വിജയിച്ചിട്ടുള്ള പല മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന ഒരു ജില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. ഒരേ ആളുകൾ തന്നെ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയും KM മാണിയും ഒക്കെ തുടർച്ചയായി വിജയിച്ചുകൊണ്ട്, തോമസ് ചാഴികാടനും ഒക്കെ വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങൾ, CF തോമസും ഒക്കെ വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങൾ, അങ്ങനെയുള്ള പ്രത്യേകതയുള്ള നിരവധി മണ്ഡലങ്ങൾ ഒക്കെയുണ്ട്. ഈ പാർട്ടി മാറിയാലും മുന്നണി മാറിയാലും ചില സ്ഥാനാർത്ഥികൾ തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലങ്ങൾ, അങ്ങനെയെല്ലാം ഒരുപാട് പ്രത്യേകതകൾ ചേർന്നതാണ് കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിൽ നിലവിൽ 9 മണ്ഡലങ്ങളാണുള്ളത്. എനിക്ക് ഒപ്പം കോട്ടയം ജില്ലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ദീർഘകാലമായി കോട്ടയത്ത് ഞങ്ങളുടെ റിപ്പോർട്ടർ, കോട്ടയം ബ്യൂറോ ചീഫ് G ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രാഥമികമായി ആദ്യം ഡേറ്റാസ് പരിശോധിക്കാം. ഡേറ്റാസ് പരിശോധിച്ചാൽ ഇത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ല ആകെ 9 സീറ്റാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ഒരു സീറ്റ് കൂടി ഉണ്ടായിരുന്നു, 10 സീറ്റ് ഉണ്ടായിരുന്നു. അത് വാഴൂർ സീറ്റാണ് ഉണ്ടായിരുന്നത്. ഡീലിമിറ്റേഷന് ശേഷം തിരുവനന്തപുരത്ത് കുറഞ്ഞതുപോലെ, കൊല്ലത്തും ആലപ്പുഴയിലും കുറഞ്ഞതുപോലെ കോട്ടയത്തും ഒരു സീറ്റ് കുറഞ്ഞു. കോട്ടയത്ത് അങ്ങനെ 9ആയി, നേരത്തെ 10 ആയിരുന്നു. പാല, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ഇങ്ങനെ 9 മണ്ഡലങ്ങളാണ് നിലവിൽ കോട്ടയത്തുള്ളത്. ഇതിൽ കോട്ടയത്തെ മുൻകാലങ്ങളിലെ ഒരു കണക്ക് കൂടി നമുക്ക് വേഗത്തിലൊന്ന് പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ചാൽ 2001 8-2 ആയിരുന്നു. 8 സീറ്റുകളും 10 സീറ്റ് ഉണ്ടായിരുന്ന കാലത്ത് 8 സീറ്റ് UDFിന്, 2 സീറ്റ് മാത്രമാണ് അന്ന് LDFിന് ഉണ്ടായിരുന്നത്. വൈക്കവും ഏറ്റുമാനൂരും ഒക്കെ മാത്രമാണ് LDFിന് ഏതെങ്കിലുമൊക്കെ കാലത്ത് അന്ന് ഉറച്ച സീറ്റുകളായി കിട്ടിയിരുന്നത്. 2006 5-5ലേക്ക് വന്നു. 2006 നമുക്കറിയാം കേരളത്തിലാകപ്പാനം ഇടതുമുന്നണിയുടെ ഒരു വലിയ മുന്നേറ്റം, VS അച്യുതാനന്ദൻ സർക്കാരിന് വേണ്ടിയുള്ള ആ ഒരു ഇടതു തരംഗത്തിൽ പോലും 5-5 എന്ന നിലയിൽ നിലനിർത്താൻ കോട്ടയത്തിന് കഴിഞ്ഞിരുന്നു UDF. അപ്പോഴും അവിടെ ഒരു മേൽക്കൈ UDFിന് ആ കാലത്തും ഉണ്ടായിരുന്നു. 2011 LDFിന് 2 സീറ്റും 7 സീറ്റും, അതും ഈ വൈക്കവും ഏറ്റുമാനൂരും മാത്രമാണ്. സുരേഷ് കുറുപ്പും അവിടെ മത്സരിച്ചത്, K അജിത്ത് ആയിരുന്നു അന്ന് ജയിച്ചത്. അങ്ങനെ 2 പേർ മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. 2011 2-7 ആയിരുന്നു. അത് പിന്നീട് 6-2-1 ആയി. 2016 എന്ന് പറയുമ്പോൾ 2 സീറ്റ് മാത്രം LDF നിൽക്കുമ്പോൾ UDFിന് 6 സീറ്റായിരുന്നു. 1 സീറ്റ് അന്ന് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച PC ജോർജ് ആണ്. ആ PC ജോർജിന്റെ പൂഞ്ഞാറൊക്കെ നമുക്ക് പ്രത്യേകം തന്നെ പരിശോധിക്കേണ്ടതാണ്. പല മുന്നണിയിലും പല പാർട്ടിയിൽ നിന്ന് PC ജോർജ് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം, 2 തവണ മാത്രം തോറ്റ ഒരു മണ്ഡലം. ഇത്തവണ അദ്ദേഹം BJP ഇതുവരെ ഇല്ലാത്ത ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നു. 2021 എത്തിയപ്പോഴും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, 2021 കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്നായ കേരള കോൺഗ്രസ് എം മാണി വിഭാഗം LDFിലെത്തുന്നു. LDFിലെത്തിയോടുകൂടി അവിടെ ആദ്യമായി LDFിന് അങ്ങനെ ഒരു മേൽക്കൈ, അതിശക്തമായ രീതിയിലേക്ക് ഒരു മേൽക്കൈ ഉണ്ടാകുന്നു. അത് 5-4 എന്ന തരത്തിലേക്ക് മാറുന്നു. അപ്പോഴും കോട്ടയത്തിന്റെ ഒരു പ്രത്യേകത, 4 സീറ്റ് നിലനിർത്താൻ UDFിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റു പല ജില്ലകളും പാടെ UDF തകർന്നു പോകുമ്പോഴും പിടിച്ചു നിൽക്കാൻ UDFിന് കഴിഞ്ഞ, അങ്ങനെ എല്ലാ കാലത്തും UDFിന്റെ ഒരു വലിയ കരുത്തുറ്റ ജില്ലയായിരുന്ന കോട്ടയത്തിന് കഴിഞ്ഞ തവണ അടക്കം 1 സീറ്റ് വ്യത്യാസത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് നമുക്ക് വേഗത്തിലൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പാലയുടെ സ്ഥിതി കാണാം. പാല UDF മാത്രം വിജയിച്ച ഒറ്റ തവണ മാത്രമാണ് LDF വിജയിച്ചത്. അത് 2019 ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. പാല എന്ന് പറഞ്ഞാൽ സ്ഥിരമായി KM മാണി 50 വർഷം, അരനൂറ്റാണ്ട് കാലം KM മാണി എന്ന ഒറ്റ വ്യക്തിയെ മാത്രം, 2-3 തലമുറ KM മാണിക്ക് മാത്രമാണ് നിയമസഭയിലേക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ KM മാണിയുടെ മരണശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ടോം ജോസ് പുലിക്കുന്നിലിനെ പരാജയപ്പെടുത്തി ക്രമാനുഗതമായി KM മാണിയുടെ വോട്ട് ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവന്ന മാണി സി കാപ്പൻ അന്ന് LDFിൽ നിന്ന് ജയിക്കുന്നു. അതിനുശേഷം KM മാണി വിഭാഗം LDFിലെത്തുമ്പോൾ മാണി സി കാപ്പൻ LDFിൽ നിന്ന് UDFിൽ പോയി, UDFിൽ നിന്നും മാണി സി കാപ്പൻ ജയിക്കുന്നു. കടുത്തുരുത്തിയുടെ പ്രത്യേകത അറിയാം. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫിന്റെ മണ്ഡലമാണ്. അവിടെയും LDFിലേക്ക് കേരള കോൺഗ്രസ് ജെ നിന്ന ഒരു കാലത്ത് മാത്രമാണ് കടുത്തുരുത്തിയിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. ബാക്കിയെല്ലാം UDFിന്റെ തന്നെ മണ്ഡലമാണ്. മറ്റൊന്ന് വൈക്കം മണ്ഡലം പരമ്പരാഗതമായി തന്നെ LDFിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. KR നാരായണനും വിജയിച്ച മണ്ഡലമാണ് കോൺഗ്രസിൽ നിന്ന്. 2 തവണ മാത്രമാണ് വൈക്കത്ത് ആകെ ഉണ്ടായിരുന്നതിൽ 16-ൽ 2 തവണ 14 തവണയും വിജയിച്ചത്. അവിടെ CPIയുടെ അധികാരന്മാരായ നേതാക്കളൊക്കെ വിജയിച്ച മണ്ഡലമാണ്. P നാരായണനും K അജിത്തും CK ആശയും ഒക്കെ വിജയിച്ച 2 തവണ വീതം ജയിച്ചതാണ്. അതാണ് വൈക്കം മണ്ഡലം മാത്രമാണ് ഈ കോട്ടയം ജില്ലയിൽ ഏതെങ്കിലും ഒരു മണ്ഡലം സ്ഥിരമായി ചുമന്നു തന്നെ കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലും ചുവപ്പ് തന്നെ നിൽക്കുന്ന, ഇടതുപക്ഷത്തിനൊപ്പം തന്നെ മാത്രം ഉറച്ചു നിന്ന ഒരേ ഒരു മണ്ഡലം അത് വൈക്കമാണ്. മറ്റൊന്ന് ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂരിനെ സംബന്ധിച്ച് 4 തവണ തോമസ് ചാഴികാടൻ ജയിച്ച മണ്ഡലമായിരുന്നു ഏറ്റുമാനൂർ. അതിനുശേഷം സുരേഷ് കുറുപ്പാണ് 2011 അത് പിടിച്ചെടുക്കുന്നത്. സുരേഷ് കുറുപ്പ് വിജയിക്കുന്നു. 2021 VN വാസവൻ അവിടെ വിജയം ആവർത്തിക്കുന്നു. സുരേഷ് കുറുപ്പ്
തെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുത്ത മണ്ഡലം. വി എൻ വാസവൻ 2021 വിജയം ആവർത്തിക്കുന്നു. മറ്റൊന്ന് കോട്ടയം മണ്ഡലമാണ്. കോട്ടയത്തേക്ക് വരുമ്പോൾ ടി കെ രാമകൃഷ്ണനും വി എൻ വാസവൻ നേരത്തെ ഒരിക്കൽ ജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. മെഴ്സി രവി വിജയിച്ചിട്ടുണ്ട്. കോട്ടയത്ത് പിന്നീട് തിരുവഞ്ചൂർ 2011 എത്തിയ ശേഷം തിരുവഞ്ചൂരിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ട് തിരുവഞ്ചൂർ ഓരോ തവണയും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന ഒരു മണ്ഡലമാണ് കോട്ടയം. മറ്റൊന്ന് പുതുപ്പള്ളിയാണ്. പുതുപ്പള്ളി നേരത്തെ നമ്മൾ വൈക്കം പറഞ്ഞ പോലെ പുതുപ്പള്ളിയുടെ കാര്യത്തിൽ ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. അത് UDF മാത്രമാണ്. അത് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായിരുന്നു. 70 മുതൽ ഉമ്മൻചാണ്ടി മാത്രം വിജയിച്ചിട്ടുള്ള മണ്ഡലം. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി നേടിയതിനേക്കാൾ 4 ഇരട്ടി ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ വിജയിച്ച മണ്ഡലം UDF. അവിടെ എപ്പോഴും UDF പതാക മാത്രമേ ഉയർന്നിട്ടുള്ളൂ. മറ്റൊന്ന് ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് CF തോമസ് 9 തവണ വിജയിച്ച മണ്ഡലമാണ് ഈ ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിൽ കേരള കോൺഗ്രസ് എം LDF വന്ന ശേഷം മാത്രമാണ് ചങ്ങനാശ്ശേരി UDF നിന്ന് LDF. കേരളത്തിൽ ഭരണം മാറിയാലും ചങ്ങനാശ്ശേരിയിലെ വിജയ് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ് CF തോമസ് എന്നുള്ള മാറിയിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ജോബ് മൈക്കിൾ അവിടെ നിന്ന് LDF വന്നുകൊണ്ട് അവരുടെ ആധിപത്യം തുടരുന്നു. മറ്റൊന്ന് കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ച് ഇടയ്ക്ക് അൽഫോൺസ് കണ്ണന്താനം LDF സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് 2006. പിന്നീട് അത് കാഞ്ഞിരപ്പള്ളി UDF വരുന്നു. UDF നിന്ന് N ജയരാജ് UDF നിന്ന് വിജയിക്കുന്നു. വീണ്ടും N ജയരാജ് LDF നിന്നും N ജയരാജ് വിജയിക്കുന്നു. N ജയരാജിന്റെ മണ്ഡലമാണ്. നേരത്തെ വാഴൂരായിരുന്നു ഉണ്ടായിരുന്നത്. അത് നാഴൂരിൽ നിന്നായിരുന്നു N ജയരാജ് ഒരിക്കൽ വിജയിച്ചത്. അതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അച്ഛൻ നാരായണക്കുറുപ്പായിരുന്നു അവിടെ MLA ആയിരുന്നു. അവിടെയും ആ വാഴൂരാണ് മാറി ഏകദേശം വാഴൂരിന്റെ നല്ലൊരു ഭാഗമാണ് ഇവിടേക്ക് മാറിയത്. പിന്നൊന്ന് പൂഞ്ഞാറാണ്. പൂഞ്ഞാറിനെ സംബന്ധിച്ച് പൂഞ്ഞാറിൽ എല്ലാ കാലത്തും PC ജോർജിന്റെ ഒരു ഉറച്ച മണ്ഡലമായിരുന്നു. PC ജോർജ് LDF നിന്ന് കേരള കോൺഗ്രസ് ജെയിൽ നിന്നും ജനപക്ഷത്ത് നിന്ന് മത്സരിച്ചു, സ്വതന്ത്രനായി മത്സരിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PC കഴിഞ്ഞ തവണയാണ് 80ലും 82ലും മത്സരിച്ച് വിജയിച്ചു. അതിനുശേഷം 87ൽ പരാജയപ്പെടുന്നു. അതിനുശേഷം മത്സരിച്ച തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിലൊക്കെ PC ജോർജ് വിജയിക്കുന്നു. PC ജോർജ് വിജയിച്ച ശേഷം കഴിഞ്ഞ 2016ൽ സ്വതന്ത്രനായി നിന്ന് 3 മുന്നണികളെയും ഒരേപോലെ പരാജയപ്പെടുത്തി PC ജോർജ് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ 30,000 അടുത്ത ഭൂരിപക്ഷത്തിലൊക്കെ ടോമി കല്ലാനെയൊക്കെ മത്സരിച്ച് അവിടെ മത്സരിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തെ അടക്കം പിന്തള്ളിക്കൊണ്ട് അവിടെ ജയിക്കുന്നു. 2021ലാണ് PC ജോർജിന് ആദ്യമായി പൂഞ്ഞാറിൽ അടിതെറ്റുന്നത്. 2021ൽ ആണ് ടോമി കല്ലാനിയെ 3ാം സ്ഥാനത്തേക്ക് തള്ളി PC ജോർജ് 2ാം സ്ഥാനത്തേക്ക് വരുന്നു. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 1ാം സ്ഥാനത്ത് വന്ന് അവിടെ വിജയിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നത്. നമുക്ക് ഓരോ മണ്ഡലങ്ങളായി എടുത്താൽ നമുക്ക് UDF പ്രതീക്ഷ. UDF 3 മുതൽ 6 സീറ്റുകൾ വരെയാണ് പ്രതീക്ഷിക്കുന്നത്. 1 പുതുപ്പള്ളി, 2 കടുത്തുരുത്തി, 3 കോട്ടയം. ഈ 3 മണ്ഡലങ്ങളും UDF സംബന്ധിച്ച് വിജയിക്കുക എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. 100% എന്ത് വലിയ കൊടുങ്കാറ്റ് ഇടതുമുന്നണിക്ക് അനുകൂലമായി വന്നാലും ഈ 3 മണ്ഡലങ്ങൾ വിജയിക്കുമെന്ന് UDF ഉറപ്പിച്ചു വരുന്ന അവർ സാധ്യത കാണുന്ന മണ്ഡലങ്ങൾ പൂഞ്ഞാറ്, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ എന്നീ മണ്ഡലങ്ങളാണ്. അവർ കടുത്ത മത്സരം നേരിടുന്നു എന്ന് കാണുന്നത് വലിയ ഒരു UDF തരംഗം കേരളത്തിൽ വീശിയടിച്ചാൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നതാണ് ഈ കടുത്ത മത്സരം എന്ന് പറയുന്നത്. കാഞ്ഞിരപ്പള്ളി, പാല, വൈക്കം ഈ 3 മണ്ഡലങ്ങളാണ് കടുത്ത മത്സരം വന്നാൽ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് കോട്ടയത്തെ LDF പ്രതീക്ഷയാണ്. അവർ ഉറച്ച പ്രതീക്ഷയായി കാണുന്നത് വൈക്കം, കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ, പാല ഇങ്ങനെ 4 മണ്ഡലങ്ങളാണ്. ഇതിൽ പാലയാണ് ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. സാധ്യത കാണുന്നത് പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലുമാണ്. നമുക്ക് ഇനി ഓരോ ഈ മുന്നണികളുടെയും സാധ്യതകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.